മുൻ വർഷങ്ങളേക്കായും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഈ വർഷം നടന്നിരിക്കുന്നത്. അതിനാലാണ് കുടിമഹോത്സവം 2023 എന്ന പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ഓണനാളുകളിൽ റെക്കോർഡ് മദ്യവിൽപ്പന നടന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്, ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിൽ. എങ്കിൽ കൊല്ലവും ഒട്ടും മോശമാക്കിയിട്ടില്ല. ഒരു ക്വാർട്ടറിന്റെ വ്യത്യാസത്തിൽ കൊല്ലവും 2ാം സ്ഥാനത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ കാറ്റഗറീസ് തിരിച്ചുള്ള അവാർഡ് നിർണയം തുടങ്ങാം. ഫസ്റ്റ് കാറ്റഗറി ഓഫ് first category best Korean award goes to Mr. Volka Manian. വെൽക്കം ടു Please welcome to the stage Mr. Volka Manian. നമസ്കാരം. വോൾക്ക മണിയന് അവാർഡ് കൊടുക്കുന്നതിനായി നമുക്ക് ക്ഷണിക്കാം യൂത്ത് ഐക്കൺ കുടിയൻ. 2 കേസ് ബിയർ ഈ ഓണനാളുകൾ ഒറ്റയ്ക്ക് കുടിച്ച് ബൈക്ക് എടുത്തോണ്ട് പോയി ആക്സിഡന്റിൽ വീണ് മുട്ടും ദേഹവുമെല്ലാം തൊലിഞ്ഞു കിടക്കുന്ന തൊലിയാർ മണിയനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ മദ്യം വാങ്ങിയതിന്റെ പേരിലാണ് മികച്ച കുടിയനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ? 2 വാക്ക്. പ്രിയമുള്ളവരെ, എന്റെ മദ്യപാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ തിരുവോണത്തിന്റെ അന്ന് 1 ലിറ്റർ എടുത്തു. ടച്ചിൻസിന് ഞാൻ എടുത്ത ഒരു നെല്ലിക്കയായിരുന്നു. ഒരു നെല്ലിക്ക 1 ലിറ്ററിന്. അവിട്ടത്തിന്റെ അന്ന് ഞാൻ 1 ലിറ്റർ എടുത്തു. അന്ന് എന്റെ ടച്ചിൻസ് നെല്ലിക്കയായിരുന്നു. ഈ നെല്ലിക്കയുടെ പകുതി സൂക്ഷിച്ചു വെച്ച് ഔട്ടത്തിൽ നിന്ന് ആ നെല്ലിക്ക ഞാൻ ടച്ചിൻസ് ആയിട്ട് ഉപയോഗിച്ചു. ഒരു നെല്ലിക്ക തിരുവോണം ഔട്ടോ. സാധാരണ വീടുകളിൽ മദ്യപിച്ച് ചെല്ലുമ്പോൾ ഇടിനാശവും വെള്ളപ്പൊക്കമായിരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ മദ്യപിച്ച് ചെല്ലുന്നത് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുടുംബമുണ്ടോ? ഉണ്ട്. ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ മട്ടൻ, ചിക്കൻ, നെയ്മീൻ, കരിമീൻ ഇതൊക്കെ മേടിച്ചോണ്ട് ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കും. കഴിക്കും. അപ്പോഴും എന്റെ ടച്ചിൻസ് എന്ന് പറയുന്നത് ഈ ഒരു നെല്ലിക്കയായിരിക്കും. ബോധം കാണത്തില്ല മറ്റേത് കഴിക്കാൻ. ഓക്കെ, അപ്പം അവാർഡ് കൈമാറാം. കൊടുത്തുള്ളൂ സാറ്. യൂത്ത് ഐക്കനാണ് തരുന്നത്. അവാർഡ് മാത്രമല്ലോ, ചെറുതൊന്നും ഇരുപ്പില്ലേ? അയ്യോ എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കില്. നമ്മുടെ പരിപാടിക്ക് ഇത് അടിയിലായിരിക്കും. ഓക്കെ യൂത്ത് ഐക്കൻ 2 വാക്ക്. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സംസാരിക്കണോ? എന്നാ ഞാൻ പറഞ്ഞോളാം മനസ്സിലാവുന്ന രീതിയിൽ. ആരും മദ്യപിച്ചിട്ട് ബൈക്കോ വണ്ടിയോ മറ്റു വാഹനങ്ങളോ പൊക്കാനോ അഭ്യാസം കാണിക്കാനോ പാടില്ല. ഈ അവസ്ഥയാവും, ചിലപ്പോ ഇതിലും വലിയ അവസ്ഥയാവും. യൂത്ത് ഐക്കന്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ആരും മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, അശ്രദ്ധയോടെ വാഹനം ഓടിക്കാതിരിക്കുക. താങ്ക് യു യൂത്ത് ഐക്കൻ. സുഖമാവട്ടെ പെട്ടത്. വീണ്ടും അടുത്ത കാറ്റഗറി ബെസ്റ്റ് സപ്പോർട്ടിംഗ് കുടിയനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കാൻ പോണത്. 280 രൂപയുമായി രാവിലെ 9:30 ബാറിന്റെ മുന്നിൽ എത്തുകയും മറ്റുള്ളവർക്ക് ഷെയർ ഇടാനില്ലെങ്കിൽ ഷെയർ ഇട്ട് സഹായിക്കുകയും അവരോടൊപ്പം കുടിക്കുകയും ചെയ്യുന്ന ബെസ്റ്റ് സപ്പോർട്ടിംഗ് കുടിയൻ. The best supporting Korean award goes to Mr. Panamar Mathu. Please welcome to the stage, sir. നമസ്കാരം സാർ. പനാമർ മധുവിന് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിക്കുന്നു. കിണറ്റിലിടാൻ കൊണ്ടുപോയ ക്ലോറിൻ തൊട്ടു നോക്കിയിട്ട് അത് MDMA എന്ന് കരുതി കേസെടുത്ത് സസ്പെൻഷനിലായ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഫെഡറിക്കിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി പ്ലീസ്. എന്തത് ഇടുപ്പിലെന്താണത്? മദ്യം. ദിസ് ഈസ് ടു മച്ച്. വളരെ മോശം, വളരെ മോശം. ഇത്രയും വലിയൊരു ഷോ നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ മദ്യമുള്ള കുപ്പി ഇങ്ങനെ ഇടുപ്പിൽ കൊണ്ടുവരുന്നത് അത് ശരിയായ കാര്യമല്ല. അയ്യോ,
ഇവിടെ കർഷകശ്രീ അവാർഡാണ് കൊടുക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു തെങ്ങും തയ്യുമായിട്ട് വരുമായിരുന്നു. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല നിങ്ങൾ പറയും നമ്മൾ കുടിയന്മാരല്ലെങ്കിലും എല്ലാവർക്കും പുച്ഛമാണ്. കൂടുതൽ വിമർശിക്കാൻ പോലെ സാർ അടിക്കത്തില്ലല്ലോ. അല്ല പുച്ഛമാണ്. കാരണം എന്തെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞതിന് കാരണമുണ്ട്. ഷോ നടക്കട്ടെ. രണ്ട് വാക്ക് പറയാം. നല്ലത് പറയണേ. നല്ലതേ പറയൂ. പറയല്ലേ? ഇല്ല. അതായത് നമ്മൾ കുടിയന്മാരെ എല്ലാവർക്കും പുച്ഛമാണ്. പക്ഷേ നമ്മൾ കുടിയന്മാർ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ്. ഭയങ്കര ഒരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സത്യം. കാരണം കുടിയൻ ഒരു കർഷകനും കൂടെ ആണെന്നാണ് ഇതിൽ നിന്നും തെളിവാകുന്നത്. മണ്ണിനെ സ്നേഹിക്കുന്നവരാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ആരെ ഉപദ്രവിക്കാതെ മര്യാദയ്ക്ക് മണ്ണിനെ ഉമ്മ വെച്ച് കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെയുള്ള മദ്യപാനികളാണ് നമ്മൾ. എനിക്കൊരു വണ്ടി പിടിച്ചു വിട്ടു തരുമോ? എനിക്ക് മണ്ണിനെ ഉമ്മ വയ്ക്കാൻ തോന്നണം. പെട്ടെന്ന് സാറേ ഇങ്ങോട്ട് നിൽക്കുള്ളൂ. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടും ഒരുപാട് റെയ്ഡുകൾ നടത്തിയത് കൊണ്ടും ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഒരു 2 വാക്ക് സാർ നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഞാനൊരു മദ്യപാനിയല്ല. മദ്യം ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. കഴിക്കാനാണെങ്കിൽ എന്തും വേണ്ടി കഴിക്കാം. എക്സൈസിലാണ് പിടിക്കപ്പെടുന്ന മദ്യം കഴിക്കാതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരാളല്ല ഞാൻ. പക്ഷേ ഞാൻ മദ്യപാനത്തിന് എതിരല്ല. കാരണം ഈ മദ്യക്കുപ്പികളുടെ ആ അറ്റത്ത് ലേബലിന്റെ വളരെ താഴെ പച്ച മലയാളത്തിൽ എഴുതി വെക്കും, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇന്നും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ആ കുപ്പിയുടെ താഴെ ഈ വാക്കുകൾ എഴുതി വെക്കുന്നു എന്ന്. ഞാൻ എന്നോട് തന്നെ ചോദിച്ച കാര്യമാണ്, ഈ സമൂഹത്തോട് ചോദിച്ച കാര്യമാണ്. കാരണം ഈ മദ്യത്തിനേക്കാൾ വളരെ വിഷമയമായ അന്യനാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവരുന്നു. അതിൽ അടിക്കുന്ന എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനികളെ കുറിച്ച് നമ്മളെല്ലാവരും അവബോധരാണ്. എന്നിട്ടും ഒരു തക്കാളിയുടെയോ ഒരു വെണ്ടക്കയുടെയോ മുകളിൽ എഴുതി വെക്കുന്നില്ല, പച്ചക്കറി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. വളരെ പോയിന്റാണ് സാറേ. എന്തുകൊണ്ടാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് കുപ്പിയിൽ എഴുതി വെച്ചേക്കുന്നതിന്റെ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം സാറിന് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, വളരെ അടുത്തത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്. മദ്യത്തിൽ ഇതുവരെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മികച്ച ടച്ചിങ് തീറ്റിക്കാരെ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു മദ്യക്കുപ്പിയുമായി വയലിലോ പാടത്തോ കനാലിന്റെ ചുവട്ടിലോ ഇരിക്കുമ്പോ അവിടെ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി വരും. ഒരുപാട് ക്ഷണിക്കപ്പെടാത്ത അതിഥികളെ നാട്ടിൽ നിന്നും കണ്ടെത്തിയതിൽ നിന്നും അതിൽ മികച്ച ആ ഒരു അതിഥിയെ കണ്ടെത്തിയിരിക്കുന്നു. ടച്ചിങ് തീറ്റിക്കാരൻ വായിക്കാം. The best touching eater of the Korean award goes to Mr. Mitchell Rakhu. നല്ലൊരു കൈ കൊടുക്കാം. Please welcome to the stage, sir. നമസ്കാരം. നമസ്കാരം. മികച്ച ടച്ചിങ് തീറ്റിക്കാരനാണല്ലേ? അതെ. ഈ മദ്യപിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ടച്ചിങ്സ് തിന്നാറുണ്ടല്ലേ? എന്റെ ഹോബിയാണ്. നാട്ടിൽ എന്തൊക്കെ തരം ടച്ചിങ്സ് ആണ് ഏറ്റവും കൂടുതൽ മദ്യം ചെയ്യുമ്പോ കൂടെ എന്നിരുന്ന് തിന്നാൻ ഇഷ്ടം? നാട്ടും പ്രദേശമല്ലേ? നാട്ടും പ്രദേശമാകുമ്പം ഉണക്കമീൻ അച്ചാറ്, മുളകിട്ട് വറുത്തത്, ഇതൊക്കെ ഉള്ളൂ. പക്ഷെ പുറത്തോട്ടൊക്കെ ആണെങ്കിൽ മട്ടൻ, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ഇതെല്ലാം കിട്ടും. ഒരു ഷെയർ പോലും ഇടാതെ നാണമില്ലാതെ നമ്മൾ തിന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഉളുപ്പ് നമുക്ക് വരാറുണ്ടോ? ഇല്ല. ഒരു ഉളുപ്പും ഇല്ല. എന്ത് കിട്ടിയാലും തിന്നും. എന്ത് കിട്ടിയാലും തിന്നും. ഇദ്ദേഹത്തിന് അവാർഡ് നൽകാനായി ആദ്യത്തെ ചാരായ ഷാപ്പ് ഉടമ പപ്പൻ ചേട്ടനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ചില കാരണങ്ങൾ കൊണ്ട് പപ്പൻ ചേട്ടൻ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ മകൾ വന്ന് ഈ അവാർഡ് കൊടുക്കുന്നതായിരിക്കും. ക്ഷണിക്കാം. Please welcome to the stage, ma'am. നമസ്കാരം. നമസ്കാരം. എന്തു പറ്റി അച്ഛന് വരാൻ സാധിക്കാഞ്ഞത്? അച്ഛൻ ലിവർ സിറോസിസ് ആയിട്ട് കിടപ്പിലാണ്. അച്ഛന് ലിവർ സിറോസിസ് ആയിട്ട് കിടപ്പിലാണോ? ഇത്രയും നാളെ എന്നെ പിടിച്ചിരുന്നത് വലിയ ഭാഗ്യം. കാരണം ആദ്യത്തെ ചാരായ ഷാപ്പ് ഉടമ. തീർച്ചയായിട്ടും. ഒന്ന് നിർത്തണേ. സാധാരണ എന്തെങ്കിലും ഒരു പരിപാടി നടന്ന അവിടെ കുടിയൻ പോയി കുടിച്ചിട്ട് അലുമ്പുണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇത് കുടിയന്മാരെ പരിപാടിയായ നമ്മൾ തന്നെ അലുമ്പുണ്ടാക്കിയാലോ? അവൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചേ. എന്ത് പറ്റി സാറേ? ഒന്നും ചെയ്തില്ല. ഇവിടുത്തെ ഫംഗ്ഷൻ പുറത്ത് ആൾക്കാരുടെ ഇടയിൽ നിന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ
അവസാനം ചുമ്മാ വെറുതെ എഴുന്നേറ്റ് നിന്ന് മൊത്തം നിന്ന് കണ്ട് അപ്പൊ ഓവറായിട്ട് ഷോ ചെയ്ത് വൈറലാവുന്നോടാന്ന് ചോദിച്ചു തുടങ്ങിയ അടിയാണ്. അടിയെന്ന് പറഞ്ഞ ഇമാതിരി ഒരു മനുഷ്യനെ അടിക്കരുത് കേട്ടാ. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്തുകൊണ്ട് എഴുതി വെച്ചേക്കണേന്ന്? അത് ശരിക്കും കുടിക്കുന്നവർക്കല്ല, അത് കുടിച്ചിട്ട് ഇതുപോലെ അടികൊള്ളുന്ന കുടിക്കാത്ത ഞങ്ങൾക്കാണ് ഹാനികരം. മനസ്സിലായ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.